ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തടത്തുവേലിൽ. ഞങ്ങളിന്ന് കുറച്ച് ദൂരെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ. അത് മനഃപൂർവ്വം അങ്ങനെ തന്നെ എടുക്കുന്നതാണ്. കാരണം ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഫോക്കസ് ചെയ്യാൻ കരുതി അല്ലേ. നന്നായിട്ട് കാശ് മുടക്കി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങള് ഒത്തിരി നാളായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്ന വീഡിയോ ആണ്. ഡെലിവറി കഴിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എടുക്കണം എന്ന് കരുതി നീണ്ടു പോയ കാര്യമാണ്. അതായത് ഞങ്ങൾ ഒരുമിച്ച് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് സമയം കിട്ടുന്നില്ല എന്നൊക്കെ വേണം പറയാൻ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ മുതൽ തീരുമാനിച്ച് നമ്മൾ വീഡിയോ എടുക്കുവാണ്. എന്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയാം? ഇന്നത്തെ വീഡിയോ പ്രഗ്നൻസിനെ കുറിച്ചിട്ടും മറ്റേണിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ ബർത്ത് സ്റ്റോറി അല്ലേ. അതെ, നമുക്ക് കൊച്ചുണ്ടായ ആ ഒരു പ്രോസസ് ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇവിടെ ഇല്ലാത്ത പോലെ തോന്നുന്നത്. പ്രഗ്നൻസി മുതൽ ഡെലിവറിയും ഒക്കെ. അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പേര്, ഞാൻ തന്നെ സംസാരിച്ച ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പ്രഗ്നൻസി ഭയങ്കര പാടാണ്, ഡെലിവറി ഭയങ്കര പാടാണ്, ഇനി എനിക്ക് ഡെലിവറി ചെയ്യണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എല്ലാവർക്കും ഡെലിവറിയോട്. പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുമോള് ഡെലിവറിക്ക് പോണ സമയം വരെ ഈ നെഗറ്റിവിറ്റിയും കൊണ്ടാണ് പോയത്. ഈ നെഗറ്റീവോളിൽ കേട്ടിട്ടുണ്ട്, കണ്ടോ നേരിട്ട്? അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തായിരുന്നു അല്ലേ. സോ അതൊരു വലിയ കാര്യം കേട്ടോ. ഏതൊരു വീഡിയോക്കകത്ത് ഞാൻ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മള് ലേബർ റൂമിൽ നിന്ന് ഒരു മാലാഖയെ പോലെ പുറത്തോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തോ ഒരു ട്രോമ ഉണ്ടായി എന്നർത്ഥം. എൻ്റെ കേസിൽ ഞാനൊരു മാലാഖയെ പോലെ തന്നെയാണ് വന്നത്. പിന്നെ മാലാഖ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീക്കായത്. ഡെലിവറി കഴിഞ്ഞിട്ട്, ഡെലിവറിയുടെ സമയത്തൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങളുടെ പോസിറ്റീവ് ബർത്ത് സ്റ്റോറിയാണ്. ബാക്കിയുള്ളവർ പറയണത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ബർത്ത് സ്റ്റോറിയാണ് ഞാൻ പറയണത്. ഇതെല്ലാവരും കാണണം. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ പറ്റും. ഡെലിവറി ഒരിക്കലും ഒരു നെഗറ്റീവ് കാര്യമല്ല, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. എസ്പെഷ്യലി നിങ്ങളുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും പ്രതീക്ഷയോട് കൂടെ ഭയങ്കര എക്സൈറ്റഡ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാപ്പി ആയിട്ടിരിക്കുക, ഒക്കെ ചിൽ, അങ്ങനെ പൊക്കോളൂ. ഓക്കെ, നമുക്ക് എന്തായാലും പ്രഗ്നൻസി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ 7 months വരെ ഇവിടെ UK യിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാട്ടിൽ പോവുക ചെയ്തത്. 32 weeks ആയപ്പോഴേക്കും നാട്ടിൽ പോകുന്നത്. ഡിസംബർ 10 അപ്പോൾ എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഒരുപാട് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പെയിനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കുറഞ്ഞൊന്നുമില്ല. അപ്പം എനിക്ക് ഒത്തിരി നേരം ഇരിക്കാനോ ഒത്തിരി നേരം നിൽക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ജോലിക്ക് പോകുന്നു, വയ്യാണ്ടാകുന്നു, തിരിച്ചു വരുന്നു, ജോലിക്ക് പോകുന്നു, ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചു വരുന്നു. ഇത് സ്ഥിരം പരിപാടിയായി പോയി അല്ലേ. അതെ, അങ്ങനെ ആണ് നമ്മൾ 7 months തന്നെ ഞാൻ മെറ്റേണിറ്റിക്ക് പോകുന്നത്. മെറ്റേണിറ്റിക്ക് ചെന്ന് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് അത്രയും നേരം ഫ്ലൈറ്റിൽ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു. അപ്പോഴാണ് ജിസൻ എന്നോട് ഒരു ഐഡിയ പറഞ്ഞത്. എന്താ അത്? ജിസൻ എന്നോട് പറഞ്ഞു, നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ പോവാം. ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തായിരുന്നു, പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ട് ചെന്നിട്ട് ബിസിനസ് ക്ലാസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ് നാട്ടിലോട്ട് പോയത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ബിസിനസ് ക്ലാസ്സിനെ പറ്റി ഒത്തിരി പേര് പുകഴ്ത്തി പറയുമെങ്കിലും ഞാൻ പറയാം, നമുക്കൊരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, നമുക്ക് വയ്യാന്നാണെങ്കിൽ ബിസിനസ് ക്ലാസ് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ട് എന്നാണെങ്കിൽ ബിസിനസ് ക്ലാസ് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം ഉറക്കമൊക്കെ ആയിരിക്കും. കാരണം അത്ര നേരം ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടാവില്ലല്ലോ. പക്ഷെ ബിസിനസ് ക്ലാസ്സിൽ ശരിക്കും നമ്മൾ വണ്ടി കയറുന്നു, കിടന്നുറങ്ങുന്നു, നേരം വെളുക്കുന്നു, നമ്മൾ നാട്ടിലെത്തി. അങ്ങനെയായിരുന്നു. അതും ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു ബിസിനസ് ക്ലാസ്. അപ്പോൾ ഈ ബിസിനസ് ക്ലാസ് എടുക്കുമ്പോഴും ഞങ്ങളതിന് ഒത്തിരി പൈസ പൊട്ടിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത്ര രൂപ വരെയാണ് ബിസിനസ് ക്ലാസ്സിന് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതിനൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇത്ര പൈസയ്ക്കുള്ളിലാണ് ബിസിനസ് ക്ലാസ് വരുന്നതെങ്കിൽ എടുക്കും, അതിന് പോകുമെന്ന് തീരുമാനിച്ചു. അവിടെ ചെന്ന് നമ്മുടെ ഭാഗ്യവശാൽ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ബിസിനസ് ക്ലാസ് കിട്ടി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റി അല്ലേ. ഞാൻ ആലോചിക്കായിരുന്നേ, അന്ന് ഒത്തിരി പൈസ മുടക്കി നമ്മൾ ടിക്കറ്റ് എടുത്തു. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ ഫ്ലൈ ചെയ്തപ്പോഴും ബിസിനസ് ക്ലാസ് ചീപ്പ് റേറ്റിന് കിട്ടി. എന്നിട്ട് ഞാൻ എടുത്തില്ല അത്. പക്ഷെ അന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് ചീപ്പായിട്ട് കിട്ടിയെന്ന് കരുതി നമ്മളൊരു സാധനം എടുക്കേണ്ട കാര്യമില്ലല്ലോ. ചീപ്പായിട്ടാണെങ്കിലും ആ പൈസ തന്നെയല്ലേ അല്ലേ. ഓക്കെ, പിന്നെന്താ, അപ്പൊ ഞാൻ നാട്ടിൽ ചെന്നു.
നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അറിയാവുന്ന ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറെ പോയി കണ്ടു. എനിക്കിങ്ങനെ വേദനകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തൻസീഹ, എൻ്റെ ഫാമിലി ഡോക്ടർ എന്നൊക്കെ വേണം പറയാം. ആ, അപ്പോൾ ഞാൻ അൺ അക്കാഡമിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് FSO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഡോക്ടർ. അങ്ങനെയാണ് നമ്മൾ പരിചയം. അപ്പോൾ എന്തായാലും അന്ന് മുതൽ എൻ്റെ മിക്കവാറും എൻ്റെ ഫാമിലി ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരുടെ ഹെയർ മാസ്കും അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹെയർ കെയർ വീഡിയോക്കകത്തുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന് ഞാൻ ഡോക്ടറെ അടുത്ത് തന്നെ ചെന്നു. അപ്പോൾ ഡോക്ടർ കുറേ മെഡിസിൻസ് ഒക്കെ തന്നു. എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അഭ്യംഗം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നേരത്തെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പ്രഗ്നൻസിയിലെ കെയർ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു 5th month മുതലൊക്കെ ശരിക്കും നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ടുള്ള കെയർ ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്കന്ന് അത്രയൊന്നും പറ്റില്ല. നമ്മൾ UK-ലാണല്ലോ. നാട്ടിൽ ചെന്നതിന് ഞാൻ അങ്ങനെ പോയി കിടന്ന് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഒത്തിരി പൈസയൊന്നും ആയിട്ട് അങ്ങനെയൊന്നും അല്ല. ജസ്റ്റ് ഡോക്ടർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള ഓയിൽമെൻറ്റ്സും എണ്ണകളും മരുന്നുകളും ഒക്കെ തന്നു. മരുന്ന് പറയുമ്പോൾ ഒത്തിരി മരുന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഓരോ മാസത്തിനനുസരിച്ച് ഓരോ ടൈപ്പ് പാൽ കഷായം തന്നു. നമുക്ക് വീട്ടിലുണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ മാസത്തിനനുസരിച്ചും അതിൻ്റെ ഡയറ്റും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനൊക്കെ തന്നായിരുന്നു. അപ്പോൾ ഈ കൃതം ആണ് തന്നത്. അപ്പോൾ എന്തോ കൃതത്തിൻ്റെ ഫുൾ നെയിം എനിക്കറിയില്ല. അത് മാത്രമല്ല ഞാൻ അങ്ങനെ പറയാനും പാടില്ല. കാരണം ഓരോരുത്തരുടെയും ഇത് വ്യത്യാസമായിരിക്കും. ആരോഗ്യം അനുസരിച്ച് ശരീരപ്രകൃതിക്ക് നോക്കിയിട്ടായിരിക്കുമല്ലോ ഡോക്ടേഴ്സ് മരുന്ന്. അപ്പം ഞാൻ എൻ്റെ മരുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയൊക്കെ എനിക്ക് തന്നായിരുന്നു. അപ്പോൾ ഈ കൃതം കഴിക്കുമ്പോഴും ഡോക്ടറോട് ചോദിച്ചു, വണ്ണം വെക്കാനുള്ള കൃതം വേണം, വണ്ണം കുറയാനുള്ള കൃതം വേണമെന്ന്. വണ്ണം കുറയാനല്ല, വെക്കാതിരിക്കാനുള്ള വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി എനിക്ക് വണ്ണം വെക്കണ്ട, അതിനുള്ള കൃതം തരാൻ പറഞ്ഞു. ഞാൻ എന്ത് കൃതം കഴിച്ചിട്ടാണോ ഇതുപോലെ ഇരിക്കണേ. അങ്ങനെ വണ്ണം വെക്കാനുള്ള കൃതം തന്നു. വണ്ണം വെക്കാതിരിക്കാനുള്ള കൃതം തന്നു. അതൊക്കെ കഴിച്ച് ഞാൻ പ്രഗ്നൻസിക്ക് നല്ല റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കൊച്ചിന് തോന്നി എന്നാ ഇച്ചിരി നേരത്തെ വന്നേക്കാൻ. പിടിച്ചു വെച്ചൊന്നും പറ. ഞാൻ അവസാനത്തെ എൻ്റെ ലാസ്റ്റ് അപ്പോയിൻമെന്റ് ഉണ്ടല്ലോ ഡോക്ടറെ അടുത്ത് ഉള്ള അപ്പോയിൻമെന്റിന് ഞാൻ ചെന്നപ്പം ഡോക്ടർ എനിക്ക് അന്ന് ഞാൻ ഇച്ചിരി പ്രഷർ കൂടാനായിരുന്നു. അപ്പോൾ എൻ്റെ പ്രഷർ ഇച്ചിരി കൂടുതലുണ്ടപ്പോൾ കെട്ടിയൻ UK-ലായിരുന്നു, ഞാൻ മാത്രം നാട്ടിലായിരുന്നു. പറ. അതെ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പ്രഷർ കൂടുതലായിരുന്നു. പ്രഷർ കൂടുതലായപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് എന്നാ ട്രീറ്റ്മെന്റ് എടുക്കാം, അവിടെ കിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ചുമ്മാ ചെക്കപ്പിന് പോയാൽ എന്നെ അവിടെ പിടിച്ച് കിടത്തി. അതിനു മുമ്പ് നമ്മുടെ ഡോക്ടറിനെ പറ്റിയിട്ടും ആശുപത്രിയെ പറ്റിയൊക്കെ പറയണ്ടേ. ആശുപത്രി ആയിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചൂസ് ചെയ്ത കാര്യം. അതാണ് എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ ഡെലിവറിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ശീലമുണ്ട്, പെണ്ണ് വീട്ടുകാരുടെ എന്താ പറയുക, അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ ആശുപത്രി, ഏത് ആശുപത്രി പ്രസവിക്കുന്നുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ ഭയങ്കര വലിയ ഹോസ്പിറ്റലൊക്കെ പോയി പ്രസവിച്ചു. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ഹോസ്പിറ്റൽ ബിൽ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ പോകാം എന്ന ചിന്തയിലായിരുന്നു. അങ്ങനെ ഒത്തിരി പൈസ ചിലവും ചെയ്തു. ട്രീറ്റ്മെൻറ്റ് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ അതിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നേരത്തെ പോകുന്നതിന് മുമ്പേ എനിക്ക് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് വേദന സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ട് പറഞ്ഞാൽ കൈയൊക്കെ മുറിഞ്ഞ അയ്യോ എന്ന് പറഞ്ഞ ആൾക്കാർ, ഒരു പനി വന്നു കഴിഞ്ഞാൽ ആൾക്കാരാ. എനിക്ക് പനി വന്നാൽ ഞാൻ പറയും ഇച്ച ഞാൻ മരിച്ചാലും വേറെ ആളെ കല്യാണം കഴിച്ചാണ് കേട്ടോ. ഇല്ല അങ്ങനെ പറയാറില്ലേ? അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഞാൻ പറയുന്ന ആളാ. അപ്പോൾ എനിക്ക് വേദന തീരെ സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോഴാണ് ഞാൻ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ചത് നമുക്ക് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് ഞാനിവിടെ UK-ൽ ആന്റിനേറ്റൽ ക്ലാസ്സിന് പോയപ്പോഴും അവർ പറഞ്ഞായിരുന്നേ. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന ഇല്ലാത്ത പ്രസവം എന്ന് പലരും പറയും. അത് വെറുതെയാണ്. വേദന ഇല്ലാതെന്നല്ല പ്രസവിക്കുന്നത്, വേദന ഉണ്ടാവും, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി ഭയങ്കര കുറവായിരിക്കും, വേദനയുടെ അളവ് ഭയങ്കര കുറവായിരിക്കും. 10ൽ 10 വേദന ചിലപ്പോൾ ഈ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ 10ൽ 4 3 ആയിട്ട് കുറയും. അത്രേ ഉള്ളൂ. അതൊരു തെറ്റിദ്ധാരണയാണ്, എല്ലാവരും അത് ക്ലിയർ ചെയ്യണം. പക്ഷെ അത് നല്ല കാര്യമാണ്. നല്ല ഭയങ്കരമായിട്ട് കാറി പൊളിച്ച് നമ്മളവിടെ ലേബർ റൂം, പ്രൈവറ്റ് ലേബർ റൂം ആയതുകൊണ്ട് ഞാനും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേൾക്കാം നമ്മുടെ റൂമിന്റെ പുറത്ത് ലേബർ വാർഡിന്റെ അകത്ത് ഇങ്ങനെ സ്ത്രീകൾ ഭയങ്കരമായിട്ട് അലമുറ ഇടുന്നതും കാറി പൊളിക്കുന്നതും ഭയങ്കര വേദന കൊണ്ട് കരയണതൊക്കെ.
അപ്പൊ നമുക്ക് അത് വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് സുഖപ്രസവമായിരുന്നു അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് കേട്ടോ. ഞാൻ തന്നെ ഡെലിവറിക്ക് മുമ്പ് പല പ്രാവശ്യം ലേബർ റൂമിൽ പോകേണ്ട ആവശ്യം വന്നായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാർ കരയുക, കാറി പൊളിക്കുകയാണ്. ഞാൻ ലാസ്റ്റിൽ മാത്രം ഒരു ചെറിയൊരു കരച്ചിൽ അല്ലേ, പിന്നെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒത്തിരി നേരം എടുത്ത് ഡെലിവറി ചെയ്യാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ, എന്താ ഞാനിങ്ങനെ കിടക്കണേ എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ചെറുതായിട്ട് കണ്ണ് നിറഞ്ഞായിരുന്നു. പക്ഷെ അല്ലാതെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ആശുപത്രി ചൂസ് ചെയ്ത കാര്യം പറയാം. ആശുപത്രി ചൂസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പിഡ്യൂറിലുള്ള ആശുപത്രി വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് പ്രൈവറ്റ് ലേബർ റൂം വേണമെന്നുണ്ടായിരുന്നു. പ്രൈവറ്റ് ലേബർ റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബറിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലേബർ റൂം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാശാവുന്നു. ഞാൻ ഡെലിവറി ചെയ്തത് 2024 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രൈവറ്റ് ലേബർ റൂമിന് എക്സ്ട്രാ ആയത് 6,000 റുപ്പീസാണ്. ഇനി അവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ അവിടെ പറയണേ. മെഡിക്കൽ ഇൻഷുറൻസിനകത്ത് ഞാൻ പ്രൈവറ്റ് ലേബർ റൂം എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടി. പ്ലസ് ഈ പ്രൈവറ്റ് ലേബർ റൂമിൻ്റെ പൈസ മാത്രമേ ഞാൻ കൊടുക്കേണ്ടി വന്നുള്ളൂ. ബാക്കി ഫുള്ള് ആ മെഡിക്കൽ ഇൻഷുറൻസിൽ പോയി അല്ലേ. അതൊരു ഭയങ്കര ഹെൽപ്പായിരുന്നു ഞങ്ങൾക്ക്. അത് പ്രൈവറ്റ് ലേബർ റൂം എടുക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് 1-2 ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും ഉണ്ടാവും. അതൊരു ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അതെ, നമ്മൾ ഈ ഒരു വലിയ ഹോസ്പിറ്റലിൽ നമ്മൾ പൈസ കൊടുത്ത് പ്രസ്റ്റീജ് ഇഷ്യൂവിന്റെ ഭാഗമായി പോകുന്നതിന് പകരം വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്ത് അവിടെ പോകുന്നതാണ് നല്ലത്. നമുക്ക് ടെൻഷനുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ട് കുറയില്ലേ. അതുപോലെ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സഹായം കിട്ടില്ലേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിക്ക് സങ്കല്പിക്കാൻ കൂടെ വയ്യ ഇത്രയും വലിയൊരു പ്രോസസ്സ്, ഇത്രയും വേദന അനുഭവിക്കുന്ന ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ നമ്മുടെ അടുത്തില്ല എന്ന് പറയുന്നത് എന്തൊരു ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നറിയോ. പക്ഷെ ചിലർക്കത് പറ്റില്ല. ചിലരുടെ ജോലി സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവാം. പക്ഷെ ഏതെങ്കിലും നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലേബർ റൂം ആണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഇവിടെ UK യിലുണ്ടല്ലോ എല്ലാവർക്കും പ്രൈവറ്റ് ലേബർ റൂമാണ്. അതായത് എല്ലാവരുടെ കൂടെയും ഡെലിവറിക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് കയറാൻ പറ്റും. 2 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെ, ഇവിടെ അങ്ങനെ സെറ്റപ്പ് ഇല്ല. കേറാന്ന് മാത്രമല്ല, നമുക്ക് കോഡ് കട്ട് ചെയ്യാൻ കൂടെ ചെയ്യാം. കട്ടിംഗ് ഇൻസ്പെക്ടർ കൊച്ചിന്റെ ആംബ്ലിക്കൽ കോഡ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയണേ ഇവിടെ എല്ലാവർക്കും പോസിബിൾ ആണെങ്കിൽ നാട്ടിലും അങ്ങനെ വേണ്ട ശരിക്കും അല്ലേ. നാട്ടിലെ പോപ്പുലേഷൻ കൂടുതലാണ്, ബട്ട് സ്റ്റിൽ അതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പൈസ ഒത്തിരി നോക്കാതെ ഈ പറഞ്ഞ കാര്യം നോക്കുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പിഡ്യൂറിൽ വേണ്ട, ബട്ട് സ്റ്റിൽ പ്രൈവറ്റ് ലേബർ റൂം അതൊരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസും ആണ്, ഒരു ഭയങ്കര അടിപൊളി മെമ്മറിയും ആണ്. അതെ, എനിക്ക് ഇന്ന് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് കേട്ടോ. ഞാൻ പറയാലോ, ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ ഒരു മൊമെന്റ്. എനിക്ക് തോന്നുന്നത് വെളുപ്പിന് 5:30 പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് വൈകിട്ട് 5:30 രാവിലെ 5:30 ഞാൻ പറഞ്ഞു. നേരത്തെ കൊച്ചു വന്നു, അതായത് നേരത്തെ ഡോക്ടർ പറഞ്ഞു നിനക്ക് പ്രഷർ കൂടുതല, അതുകൊണ്ട് കൊച്ചിനെ ഒത്തിരിനകത്ത് അകത്ത് വെക്കണ്ട, നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഡോക്ടർ ഇൻഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് 5:30 രാവിലെ ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം 5:30 ആയപ്പോഴാണ് ഡെലിവറി ആവുന്നത്. 12 മണിക്കൂർ ഒറ്റയ്ക്ക് ഒരാൾ ഒരു മുറി കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും നമ്മുടെ വാർഡില്ലേ, സാധാരണ അസുഖങ്ങളൊക്കെ വന്ന് ആൾക്കാർ കിടക്കുന്ന വാർഡില്ലേ ഇങ്ങനെ കട്ടണല്ലേ, അതുപോലത്തെ വാർഡാണ് ലേബർ റൂം. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഒരാൾ ഡെലിവറി ചെയ്യുന്ന അങ്ങനെ ഒരു സ്ഥലത്താണോ എന്ന്. ഓക്കെ, എന്തായാലും അതവിടെ കഴിഞ്ഞു. ഇനി ഇതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഞങ്ങളുടെ അവിടെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ ചെന്നത്. കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഇറങ്ങിയില്ലേ, ഗെറ്റ് സെറ്റ് ബേബി, അതിനകത്തുള്ള പോലെയാണ് ഏകദേശം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരി എന്നെ പറയാത്തതൊന്നുമില്ല. നിന്റെ തടി കൂടുതലാണ്, നീ തടി കുറയ്ക്കണം, നീ ഭക്ഷണം കഴിക്കരുത്, നീ മധുരം കഴിക്കരുത്. കാര്യം ശരിയായിരിക്കാം, അവർ പറയണമൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരാൾ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഇടപഴകുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടപഴകൽ ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യപ്പെട്ട് തെറി വിളിക്കണതും ചിരിച്ചോണ്ട് തെറി വിളിക്കണതും ഒരു വ്യത്യാസമില്ലേ, അത്രേ ഉള്ളൂ. തെറി വിളിക്കാം, പക്ഷെ ചിരിച്ചോണ്ടായിരിക്കണത് മാത്രം. അല്ല, അങ്ങനെയല്ല. നമുക്ക് പല കാര്യങ്ങൾ പല രീതിയിൽ നമുക്ക് ഒരാളോട് എക്സ്പ്രസ് ചെയ്യാം, ശരിയല്ലേ? എടാ കുഴപ്പം, ഞാൻ ചോദിച്ചു കൊച്ചിന്, എനിക്ക് ഭയങ്കര ടെൻഷനാണേ, എനിക്ക് പൊതുവെ ടെൻഷൻ കൂടുതല. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, കൊച്ചിന് കുഴപ്പമുണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിനക്ക് കൊച്ചിന് കുഴപ്പമെന്ന് പറയണമെങ്കിൽ നീ ഇവിടെ നിൽക്ക്, ഒരു 9 മാസം കഴിയുമ്പോൾ കൊച്ചിന് ഞാൻ നിനക്ക് എടുത്തു തരാം, അപ്പോൾ കൊച്ചിന് കുഴപ്പമുണ്ടല്ലോ അറിയാൻ പറ്റുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന വനിതാ കമ്മീഷന്റെ ഒരു പുള്ളിക്കാരിനെ സസ്പെൻഡ് ചെയ്യും ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. ഏകദേശം അതേ ക്യാരക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഞാൻ തന്നെയായിരുന്നു പോയത്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, എന്ത് വന്നാലും ശരി, ഇനി ഞാൻ ആ ഡോക്ടറെ അടുത്തും പോകില്ല, ഞാൻ ആ ഹോസ്പിറ്റലിലും പോകില്ല. ഞാൻ അമ്മോട് എടുത്തു പറഞ്ഞു.
അങ്ങനെ അമ്മയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ഞാൻ അവിടുന്ന് അമ്മോട് പറയേണ്ട, അമ്മ എല്ലാ ഹോസ്പിറ്റലും വിളിച്ച് അന്വേഷിക്കുക, ഏത് ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ലേബർ റൂം ഉള്ളത് അവിടെ അന്വേഷിക്കുക, ഡോക്ടറെ പറ്റി അന്വേഷിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് ആദ്യം ഡോക്ടറെ കണ്ട് ഞാൻ ഡോക്ടറിനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ ഡെലിവറി തീരുമാനിച്ചത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെലിവറിക്ക് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഒരു ഫ്രൈഡേ ആണ് ഡെലിവറി എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ശരി ഞായറും അവരില്ല, പിന്നെ തിങ്കളാഴ്ചയുള്ളൂ. അപ്പൊ ഇവള് പറഞ്ഞു വേണ്ട നിക്ക്, തിങ്കളാഴ്ച കെട്ടിയവൻ വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എടുത്തായിരുന്നു. ഓർമ്മയുണ്ടാ? ആ പറഞ്ഞ അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നാ ശരി നമുക്ക് അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞു നമുക്ക് നേരത്തെ ഇൻഡ്യൂസ് ചെയ്യാൻ, കൊച്ചു വരട്ടെ കൊച്ചു വരട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, എന്റെ കെട്ടിയാൻ വരട്ടെ, എന്റെ കെട്ടിയാൻ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഫെബ്രുവരി 1st or 2nd കണ്ടത് ഫ്രൈഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് ശരി ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച 5th നമ്മൾ ഡെലിവറി നടത്തിയത്. അങ്ങനെ അപ്പോൾ ഞാൻ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിലൂടെ പേരോട് പറയേക്കാവേ. കോലഞ്ചേരി MOAC ഹോസ്പിറ്റലാണ്, അവിടെയാണ് ഡെലിവറി ചെയ്തത്. എന്നെ ഡെലിവറി എടുത്തത് ഡോക്ടർ സുജയാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയോട് ഞാൻ ചോദിച്ചേ ചേച്ചി ഡെലിവറി എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറയാം ചേച്ചി ഡെലിവറി ചെയ്യുന്ന സമയത്ത് നഴ്സുമാർ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതെന്ത് പരിപാടിയല്ലേ. പോട്ടെ, നമുക്ക് ജൂനിയർ ഡോക്ടർമാരുണ്ടായിരുന്നു. പിന്നെ ഡയറക്ഷൻ എല്ലാം ആയി സെറ്റായ സമയത്ത് മെയിൻ ഡോക്ടർ വന്നു. അന്ന് കൈപുണ്യം എന്ന് പറഞ്ഞ സംഗതിയും ഉണ്ട്. വളരെ സൂപ്പറായിട്ട് പടയെന്ന് പറഞ്ഞിട്ട് തീർന്നു പരിപാടി. പിന്നെ ഞാൻ ലൈവ് കമന്ററി കൊടുക്കായിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും അവിടെ പോയിട്ട് എന്തായി എന്ന് നോക്കുന്നു, ഇവളുടെ തലയുടെ അവിടെ വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, കമന്ററി പറയില്ലേ, അതുപോലെയായിരുന്നു. അതായത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകും, ശ്വാസം എടുക്കാൻ മറന്നു. ഞാനിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അടുത്ത വേദന വരുമ്പോൾ പുഷ് ചെയ്യണം, അടുത്ത വേദന വരുമ്പോൾ പുഷ് ചെയ്യണം. എൻ്റെ മനസ്സിൽ മൊത്തം അതാണ്. അപ്പം ഞാൻ ശ്വാസം എടുക്കാൻ വിട്ടു പോകുന്നുണ്ട്. ഞാൻ ശ്വാസം എടുക്കാൻ വിട്ടു പോകുമ്പോൾ കൊച്ചിനും ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ ജസ്റ്റേട്ടൻ അവിടെ നിന്ന് ഓടി വന്നിട്ട് എടി ശ്വാസം എടുക്ക് ഇങ്ങനെ പറയും അല്ലേ. ഇനി ഡെലിവറി ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കറിയില്ല, ഡോക്ടർമാർ ഇങ്ങനെ പുഷ് ചെയ്യുന്നു മാത്രമേ പറയുന്നുള്ളൂ. ജസ്റ്റേട്ടൻ അവിടെ നിന്ന് എടി വേഗം പുഷ് ചെയ്ത് ഇപ്പൊ വരൂ കൊച്ചു ഇപ്പൊ വരൂ, ദേ തല വന്ന് ദേ കാല് വന്ന് ദേ കൈ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തല വന്നാ എന്നാ പിന്നെ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട കാര്യമുള്ളൂ. മറ്റേ ഈ മറ്റേ ഇതില്ലേ എന്താ കമന്ററി ചെയ്യുന്ന ആളുടെ പേര് അതന്നെ, ഇത് ഘടികാരങ്ങൾ നിരക്കുന്ന സമയം എന്ന് പറഞ്ഞ പോലെ ദേടി വന്ന് കൊച്ചു വന്ന് അങ്ങനെയായിരുന്നു. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. അപ്പോൾ ജിസേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഡെലിവറി ചെയ്തത് ഞാൻ എപ്പോഴും പറയും. കാരണം ഡോക്ടർമാർ എന്നോട് പുഷ് ചെയ്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം നമുക്കറിയില്ല എന്താണ് ഇവിടെ നടക്കുന്നത്, നമുക്കറിയത്തില്ല. ജിസേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു എടി ഇപ്പൊ നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് ജിസേട്ടൻ കൂടെ നിന്നപ്പോൾ അതെ നമുക്ക് അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ അവസാനം ഡോക്ടർമാർക്കും ആവശ്യമായി. ആദ്യം ജിസേട്ടൻ പറഞ്ഞു ഇടിത് തല വന്ന്, അപ്പൊ ഡോക്ടർ ഇല്ല തല വന്നിട്ടില്ല. അയ്യോ രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഗതി കാണണം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആംബുലൻസിൽ കൂടെ പോയി കട്ട് ചെയ്യണമെന്ന്. പിന്നെ പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചോദിച്ചാൽ ഡോക്ടർ തരാതിരിക്കുമോ, ദേഷ്യപ്പെടുമോ, പിന്നെ നമ്മൾ ചെയ്തത് ശരിയാവോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തല കയറി വന്ന സമയത്ത് ഇവളെ നോക്കണം, കൊച്ചിനെ നോക്കണം, എല്ലാം നോക്കണ്ടേ. ഇനി ഇതുപോലെ ഇതിന്റെ ഇടയിൽ തന്നെ എപ്പിഡ്യൂറലിന്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ അമ്മയോട് എപ്പിഡ്യൂറലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല എപ്പിഡ്യൂറിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കൊച്ചിന് തല ഇങ്ങനെയായിപ്പം കൊച്ചിന് തല അങ്ങനെയായിപ്പം കൊച്ചിനെ പുറത്തോട്ട് കിട്ടാതെ വരും, അങ്ങനെ പല കാര്യങ്ങളും എന്നോട് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ സമ്മതിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനെയാണല്ലോ, വേദനയില്ലാത്ത പ്രസവമല്ല, വേദനിച്ച പ്രസവിക്കണം എന്നാലേ പിള്ളേരോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഒന്നുമില്ല കേട്ടോ, വേദനയൊക്കെ ഉണ്ട്, പക്ഷെ വേദനയുടെ ഇന്റൻസിറ്റി കുറവാന്നേ ഉള്ളൂ കേട്ടോ. അത് വേറൊരു കാര്യം. അപ്പോൾ വേദന വരുന്നു പറയുമ്പോൾ അടുത്തുള്ള നഴ്സുമാർ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ ഹോസ്പിറ്റലിൽ ആ നഴ്സുമാർ എന്നോട് പറയാം ഇതൊന്നും ഒരു വേദനയല്ല മോളേന്ന്. അത് അവർക്കെങ്ങനെ അറിയാം, എനിക്ക് എന്തൊരു വേദനയുണ്ടെന്ന് അവർക്കെങ്ങനെ അറിയാം. ഇനി അതിൽ തന്നെ എനിക്ക് എന്തോ ഒരു വേദനയുണ്ട്, എൻ്റെ വേദനയുടെ പെയിൻ ടോളറൻസ് എന്താണോ അതിനനുസരിച്ചല്ലേ എൻ്റെ വേദന ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവരങ്ങനെ പറഞ്ഞു പോട്ടെ, അവര് ഡെലിവറി കാണണ്ടായിരിക്കും. അപ്പൊ ഈ എപ്പിഡ്യൂറലിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ കൊച്ചിനെ ചിലപ്പോൾ പുഷ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ വാക്യൂം ഡെലിവറി ഒക്കെ ചെയ്യേണ്ടി വരും, അതൊക്കെ ശരിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കാര്യം പോയിട്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എപ്പിഡ്യൂറലൊക്കെ നിങ്ങൾക്ക് തരും, പക്ഷെ ഡെലിവറിയുടെ സമയമാവുമ്പോൾ കൊച്ചു പുറത്തോട്ട് വരാറാകുമ്പോൾ നൈസായിട്ട് എപ്പിഡ്യൂറൽ അങ്ങ് മാറ്റുന്നു. അപ്പോൾ എപ്പിഡ്യൂറൽ മാറ്റുമ്പോൾ നമുക്ക് വേദന വരുമല്ലോ, ആ വേദനയുടെ ഒരു ആവശ്യത്തിൽ നമ്മൾ പുറത്തോട്ട് തള്ളി കൊച്ചു പുറത്ത് വരുന്നതാണ് പറയണത് അല്ലേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മയും കൺവിൻസ്ഡ് ആയി, ഞാനും കൺവിൻസ്ഡ് ആയി. അങ്ങനെയാണ് എപ്പിഡ്യൂറൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ അപ്പോൾ ഡെലിവറി അവിടെ കഴിഞ്ഞു. ഇത്രയല്ലോ ഡെലിവറി പറ്റി പറയാം. അതെ അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കൊച്ചു പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിനെ ഇങ്ങനെ നോക്കി കിടക്കാം. ഈ കൊച്ചിൻ്റെ തലയിൽ എന്തോ ഒരു മുടിയാ, ഈ കൊച്ചിൻ്റെ കയ്യിൽ എന്തോ ഒരു നഖവാ,
എന്റെ വിചാരത്തിൽ നമ്മൾ സിനിമയ്ക്കൊക്കെ കാണുന്ന പിള്ളേരെ നമുക്ക് അറിയത്തില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ കൊച്ചിന്റെ കയ്യിൽ നഖമൊക്കെ ഉണ്ട്. അങ്ങനെ പിള്ളേരുടെ കയ്യിൽ നഖം ഉണ്ടാവൂ, ഈ നഖം വെച്ച് അവൾ എന്നെ മാന്തിയിട്ടാണ് എനിക്ക് വേദന എടുത്തത്, ഈ വധത്തിനോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. രസമായിരുന്നു എന്തായാലും. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിനെ അങ്ങനെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ അത്രയും കുഞ്ഞു വിരലുകളും അത്രയും കുഞ്ഞു ശരീരമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ കൊച്ചിനെ ആദ്യം പുറത്തേക്ക് വരുമ്പോഴത്തേനൊരു ഇളം മഞ്ഞ പോലത്തെ കളറിലാണ് കുട്ടി വരുന്നത്. പിന്നെ നഴ്സുമാർ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേനും പക്ക ബ്ലഡിന്റെ കളറിൽ ഭയങ്കര റെഡ് കളറിലായിരുന്നു വന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ചോര കുഞ്ഞിനെയൊക്കെ കാണുന്നതും ഈ ശരിക്കും മഞ്ഞ കളറിലുള്ള കുട്ടീനെ കാണുന്നതൊക്കെ. അതൊക്കെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് പറയും, ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. തിരിച്ചിറങ്ങി വരുമ്പോഴത്തേനും നമ്മൾ ഒരു അപ്പനായിട്ടും അവളൊരു അമ്മയായിട്ടും വരുന്നു. 2 പേര് അകത്ത് കയറി പോയി, 3 പേര് കൂടെ തിരിച്ച് പുറത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ കൊച്ചിനെ ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അവര് കൊച്ചിനെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ബന്ധുക്കളെ കൊണ്ട് കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൊച്ചിനെ കയ്യിലെടുക്കണതും അതൊക്കെ ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ കൊച്ചിങ്ങനെ കരയായിരുന്നു, കണ്ണു തുറന്നില്ലേ. അപ്പോൾ കൊച്ചിനെ കിടന്ന് കരയുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നേരെ കയറി കൊച്ചിനെ ചവിട്ടി പോയിട്ട് കൊച്ചിൻ്റെ പേര് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് കൊച്ചു കരച്ചത് നിർത്തി. അപ്പോൾ അതൊക്കെ ഭയങ്കര അടിപൊളി ഒരു മൂവ്മെന്റ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതൊക്കെ. എന്തുകൊണ്ടാണ് കൊച്ച് ഇച്ച വിളിച്ചപ്പോൾ കേട്ടെന്ന് അതോട് പറ. അത് വയറ്റിലുള്ള സമയത്ത് തന്നെ നമ്മളിങ്ങനെ കൊച്ചിന്റെ പേര് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറിന്റെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ കൊച്ചിന്റെ പേര് വിളിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ കൊച്ചിന് വയറ്റിൽ കിടന്നിട്ടാണെങ്കിൽ കൊച്ചിങ്ങനെ ഇടിക്കുകയും കുത്തുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ കൂടെ പറയാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു അടിപൊളി മൊമെന്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പേര് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് വർത്താനൊക്കെ പറയും. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ ഇങ്ങനെ കൊച്ചിനോട് വർത്താനൊക്കെ പറയുമായിരുന്നു. അതൊരു നല്ലൊരു ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. നമ്മള് ഞങ്ങൾ കൊച്ചുണ്ടല്ലോ, ആൺകുട്ടിയാണ്, ഇവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അറിയാലോ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയുന്നതിന് മുമ്പേ 16ാമത്തെ ആഴ്ച തന്നെ ഞങ്ങളുടെ കൊച്ചിന്റെ പേര് ഡിസൈഡ് ചെയ്തായിരുന്നു കേട്ടോ. നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം കേട്ടോ. നമ്മുടെ നാട്ടിലത് പറ്റില്ല, ഇവിടെ പറ്റും. അപ്പൊ അപ്പോഴേ നമുക്ക് അറിയായിരുന്നു പെൺകുട്ടിയാണോ എന്നുള്ളത്. അതിന് മുമ്പ് നമ്മൾ പേര് ഡിസൈഡ് ചെയ്തു. ആണാണെങ്കിൽ ഈ പേര്, പെണ്ണാണെങ്കിൽ ഈ പേരും തീരുമാനിച്ചു. ആരോട് ചോദിച്ചു? ഞങ്ങൾ തന്നെ തീരുമാനിച്ചു അല്ലേ? പെട്ടെന്നായിരുന്നു തീരുമാനിച്ചു. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കട്ടിലുമ്പോൾ കയറി കിടക്കുന്നു. അപ്പൊ നമുക്ക് ഒരു പേര് വേണം തോന്നി. അപ്പൊ ഏത് പേര് വേണം? ഒരു 10 മിനിറ്റ് കൊണ്ടുള്ള കാര്യം ഡിസൈഡ് ചെയ്തു. സെറ്റ്. ഓക്കെ. അങ്ങനെ ഡെലിവറി അവിടെ കഴിഞ്ഞു. ഇനി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവിടെയാണ് എനിക്ക് പഴച്ചത്. ഡെലിവറി വരെ ഞാൻ എല്ലാ കാര്യങ്ങളും റിസർച്ച് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ട് സെറ്റാക്കി. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. കാരണം എനിക്ക് ഡെലിവറി എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു ആക്ച്വലി. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് എന്നൊരു ചിന്തയില്ലല്ലോ. ഈ ഡെലിവറിയുടെ പേടിയുടെ ലെവൽ നിങ്ങൾ ആലോചിക്കണം. ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഡെലിവറിക്ക്. എന്തായാലും അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. വേറെ കാര്യമുണ്ട്, ഇച്ച ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ വേണോ എന്നെ വേണോ എന്നൊക്കെ അവർ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അതൊക്കെ പറ, പൊലിപ്പിച്ച് പറ. ഞാൻ മറന്നുപോയി കേട്ടോ അത്. അങ്ങനെ ഞാൻ വേറെ കല്യാണം കഴിക്കണം, പിന്നെ കൊച്ചിനെ നന്നായിട്ട് നോക്കണം, ഇനി എന്നെ വേണോ കൊച്ചിനെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ മതി എന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ ഞാൻ വിചാരിച്ചാൽ എന്നെ വേണമെന്ന് പറയാനും. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ എപ്പിഡ്യൂറിൽ കിട്ടി ഇങ്ങനെ സുഖമായിട്ട് വേദനയൊക്കെ വരണേക്ക് മുമ്പ് എങ്ങനെ കിടക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു വീഡിയോ എടുക്കണം, എന്ത് ഇല്ലെങ്കിൽ ഭയങ്കര വേദനയിലാണ് എന്നുള്ളത് വലുതാവുമ്പോ വലുതാവുമ്പോ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇവിടെ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോ ഇതുവരെ കാണാത്ത എക്സ്പ്രഷൻസും വേദന അഭിനയവും പരിപാടിയൊക്കെ വെച്ച് ഇതെന്തി അല്ല ഞാൻ നൊന്ത് പറ്റുമെന്ന് കൊച്ചിനെ കാണിക്കാൻ വേണ്ടിട്ടത്. ഓക്കെ. എന്നിട്ട് ഇനി അത് ഡെലിവറി കഴിഞ്ഞു പിന്നെ റൂമിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഇൻസ്ട്രക്ഷൻ കൊടുത്തായിരുന്നു. ഞാൻ നമ്മളും പറഞ്ഞു കൊച്ചുണ്ടായെന്ന് കരുതി എന്നോടുള്ള സ്നേഹം എങ്ങാനും കുറഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അമ്മ നന്നായി ശ്രദ്ധിച്ചായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് എന്നെ റൂമിലോട്ട് കൊണ്ടുവരുമ്പോ അമ്മ കൊച്ചിനെ നോക്കുന്നില്ല. അമ്മ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് നിനക്ക് ചോറ് വേണോ, വെള്ളം വേണോ, ചായ വേണോ എന്നൊക്കെ അമ്മ എൻ്റെ അടുത്ത്. അങ്ങനെ അത് ഞാൻ ഏതൊരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്. എല്ലാവരും ചെറിയ കൊച്ചിനെ നോക്കുമ്പോ അമ്മ മാത്രം സ്വന്തം മോൾ എന്തുണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നു. ആ ഒരു മൊമെന്റിലാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തുടങ്ങുന്നത് അല്ലേ? അതെ. എനിക്ക് പോസ്റ്റ്മോർട്ടം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡിപ്രഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ പോസ്റ്റ്മോർട്ടം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കരഞ്ഞാണ് എൻ്റെ ഓർമ്മ. അത് ബേസിക്കലി പറഞ്ഞ പോലെ ഇതുവരെ ഗർഭിണിക്ക് ഉണ്ടായിരുന്ന അറ്റൻഷൻ ഒറ്റയടിക്ക് കുട്ടിയിലേക്ക് പോവുകയും പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഗർഭിണികളുടെ തലയിൽ വരികയും ചെയ്യും. അതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊച്ച് കരയുന്നു. അപ്പൊ പറയാം കൊച്ചിനെ ഫീഡ് ചെയ്യും.
ആ സമയത്ത് അമ്മയ്ക്ക് വിശക്കുണ്ടാവും, അമ്മയ്ക്ക് വേദന ഉണ്ടാവും, ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും. ഇതൊന്നും ആരും നോക്കണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കൊച്ചിനെ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ഡോക്ടർ പുറത്ത് വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിൽക്കാൻ ഓൾറെഡി ഓക്കെ റൗണ്ട്സിന് വന്നേക്കണം, അപ്പോൾ ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് കൊച്ചിനെ മാറ്റി വയ്ക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതൊന്നും പോരാണ്ട് നാട്ടിലെ ചില നഴ്സുമാർ ഭയങ്കര റൂഡാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന നഴ്സുമാർ ഭയങ്കര റൂഡായിരുന്നു. ചിലര് കൊച്ചിനെ ആണെങ്കിലും ഭയങ്കരമായിട്ട് അവർ കുത്തി വെച്ച് 5-6 കുത്തൊക്കെ കുത്തിയിട്ടാണ് ചോര എടുക്കുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ അടിയാ ഇങ്ങനെ ഓ എന്റെ പൊന്നെ. ബർപ്പ് ചെയ്യാന്ന് പറയില്ല, കൊച്ചിനെ ഇങ്ങനെ പാല് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഇക്കിള് കെട്ടി അങ്ങനെ വരുന്ന സമയത്ത് കൊച്ചിനെ ഇങ്ങനെ തോളത്തിട്ടിട്ട് ഇങ്ങനെ കൊട്ടും. ആ കൊട്ട് ആദ്യത്തെ ഒരു കൊട്ടിയത് ഒരു അത്യാവശ്യം വണ്ണം നല്ല സൈസൊക്കെ ഉള്ള ഒരു നഴ്സായിരുന്നു. പുള്ളിക്കാരുടെ കൊട്ട് കണ്ടപ്പോൾ നമ്മുടെ രണ്ടുപേരും ജീവൻ പോയ പോലെ. എന്നിട്ട് കൊച്ചിനെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ മടക്കി പിടിക്കും. നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ ഉണ്ടായ കൊച്ചിനെ നമ്മൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പുറത്തുനിന്നൊരു കൊട്ട ഇങ്ങനെ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മളിങ്ങനെ ഭയങ്കര ചോരക്കുഞ്ഞ് നമ്മൾ താലോലിച്ച് ആ ഒരു കൊഞ്ചിച്ച് മാറി തുടങ്ങണല്ലോ. അത് പെട്ടെന്ന്. പക്ഷേ ഈ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. അവർക്കറിയാം അതിന്റെ മെഡിക്കൽ ആൻഡ് സയന്റിഫിക് സൈഡ് അവർക്കറിയാം. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞാൽ മതി, സമാധാനം ഉണ്ടാവും. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ കൊച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൾ ഉറങ്ങുമായിരുന്നു കൂടുതൽ ടൈമും. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് അഹങ്കാരം കയറി. ഞങ്ങൾ എന്ത് പറഞ്ഞു, ഞങ്ങൾ പ്രസവത്തിന്റെ തലേന്ന് ഞാൻ UK നാട്ടിലേക്ക് വരുന്നു. അപ്പൊ ഇവളുടെ അപ്പനോട് അമ്മയോടും പറഞ്ഞു, നിങ്ങൾ പൊക്കോ, എന്റെ കെട്ടിയോനടുത്തുണ്ട്, ഞങ്ങൾക്ക് ഓക്കെ സെറ്റ്, ഓക്കെ. അവർക്കും ഭയങ്കര ആവേശം, സന്തോഷം, ഓക്കെ, ശുഭം. അപ്പോ കുറെ നാൾ ഡെലിവറി ആവുന്ന കരുതിക്കൊണ്ട് പപ്പയും അമ്മയും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ജിസേട്ടനും അമ്മയും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അങ്ങനെ എന്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ജിസേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആരും വേണ്ട, നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോക്കോന്ന്. അവരൊക്കെ വീട്ടിൽ പോയി. അപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ആവേശം നമുക്ക് വന്നു. ഞങ്ങൾ ഒന്നാമത്തെ ദിവസം എന്റെ അപ്പച്ചൻ വീട്ടിലെല്ലാവരും, പിന്നെ ഇവളുടെ വീട്ടിൽ നിന്നും എല്ലാവരും എല്ലാം കഴിഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും എന്റെ അമ്മയും അങ്ങനെ മാത്രമായിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാവരും വീട്ടിൽ പോക്കോ, ഞങ്ങൾ രണ്ടാമത്തെ ദിവസം അല്ലേ? ആദ്യത്തെ ദിവസം കൊച്ചു വലിയ ബഹളമൊന്നും ഉണ്ടായില്ല. അവള് കൂടുതൽ സമയം ഉറങ്ങുമായിരുന്നല്ലോ. അപ്പൊ നമ്മൾ കരുതി എല്ലാം ഓക്കെ ആണെന്ന് കരുതി ജിസേട്ടനും ഞാനും പറഞ്ഞു നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോക്കോ, ഞാനുണ്ട് എന്ന് ജിസേട്ടനും പറഞ്ഞു. എന്റെ പൊന്നെ, അവരങ്ങ് പോയി. ആ സമയത്ത് കൊച്ചിന് ഈഗോ അടിച്ച് കൊച്ചു കരച്ചിലങ്ങ് തുടങ്ങി. കൊച്ചു കരയുന്നു, നമ്മൾ ഫീഡ് ചെയ്യുന്നു, കിടത്തുന്നു, കൊച്ചു കരയുന്നു. ഇത് തന്നെ പരിപാടി. കരച്ചിലെന്നൊക്കെ പറഞ്ഞ നിർത്താതെ കരയുന്നു. അവസാനം ഞങ്ങൾ വെച്ച് കൊച്ചിന് എന്തെങ്കിലും പറ്റിയോ? എന്നിട്ട് അപ്പുറത്തുനിന്ന് നഴ്സുമാരെ വിളിച്ചിട്ട് നഴ്സുമാരോട് എന്തോ പറ്റി കൊച്ചിന്, നിങ്ങൾ വേഗം ഒന്ന് വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു കൂസലല്ലോ. പക്ഷെ അവർ നമ്മൾ വിളിച്ച് വെറുപ്പിച്ചു. അന്ന് നൈറ്റ് ചെയ്തവര് ഞങ്ങൾ പ്രാഗിയിട്ടുണ്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ പറഞ്ഞു വിട്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് ഇന്നലെ കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും അങ്ങനെയായിരിക്കും ചോദിച്ചു. അയ്യോ അത് ഭയങ്കര മണ്ടത്തരെ പോയി. രണ്ടാമത്തെ ദിവസമാണ് കൊച്ചിന് പൊതുവെ ഒരു കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് കുറച്ച് ഡിസ്കംഫർട്ട് കൊച്ചു കാണിക്കാന്ന് പറഞ്ഞു. അതായത് ആദ്യത്തെ ദിവസം കൊച്ചു പുറത്ത് വന്നതിന്റെ എക്സൈറ്റ്മെന്റ് അതിന്റെ ഇതിലായിരിക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ കൊച്ചിന് ശരിക്കും പുറം ലോകമായിട്ട് മനസ്സിലാവും. അപ്പൊ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങുന്നു. എന്റെ പൊന്നെ, അന്ന് രാത്രി ജിസേട്ടന് ഒരു 3 മണി വരെ ഞാനും 3 മണി വരെ ആകാൻ 3 മണിയായപ്പോ എന്റെ കിളി പോയി എന്നാണ് ജിസേട്ടൻ കയറി കടന്നു. എന്നിട്ട് വെളുപ്പിന് 3 മണി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങള് ആ സമയത്ത് രാത്രി തന്നെ അച്ഛനമ്മേനെ വിളിച്ചൊന്നാണ്. ഇല്ല വിളിച്ചില്ല, വിളിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ജിസേട്ടൻ പറഞ്ഞു വേണ്ടാന്ന്. ഓക്കെ. എന്നിട്ട് വെളുപ്പിനൊക്കെ ഞങ്ങള് ഡോറ് കുറ്റിയിട്ടില്ല. അത് നഴ്സുമാർ പറഞ്ഞിരുന്നു കുറ്റിയിടരുന്നാണ്ട് പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മള് വെളുപ്പിന് 5 മണി കഴിയുമ്പോഴത്തേനും ഇവളുടെ അപ്പനമ്മയും വന്നായിരുന്നു. ഡോറ് തുറന്നു കിടക്കായിരുന്നു. അവരകത്തൊക്കെ കയറി, അവര് ചായ ഉണ്ടാക്കി, അവരെല്ലാം സെറ്റാക്കി. നമ്മൾ രണ്ടുപേരും അറിഞ്ഞില്ല. 3 മണി വരെ ജിസേട്ടൻ നിന്നു. പിന്നെ ഉറക്കം വന്നു പോലെ കിടന്നു. കാരണം തലേ ദിവസമൊക്കെ നിൽക്കുമായിരുന്നില്ലേ ഡെലിവറിക്ക് വേണ്ടിട്ട്. ജെറ്റ് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നാട്ടിലെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് സെറ്റായി വരാൻ സമയം എടുക്കുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് 3 മണി ജിസേട്ടൻ കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ കുറച്ചു നേരം കൊച്ചിനെ നോക്കി. പിന്നെ ഒരു വിധത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഞാൻ കൊച്ചിനെ ഉറക്കി. അതെങ്ങനെയാ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മറ്റേ ഇങ്ങനെ ഒരു റൗണ്ട് പോലത്തെ ഒരു സാധനം വാങ്ങാൻ കിട്ടും. അന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നേ. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കൊച്ചിനെ കിടത്തി കൊച്ചു നന്നായിട്ട് പൊതിഞ്ഞ് ഇങ്ങനെ ചെരിച്ച് കളിച്ച്, നമ്മളിങ്ങനെ ചുമരോടൊക്കെ ചെരിച്ച് വെക്കത്തില്ല, അങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. ഞങ്ങൾക്ക് 2 പേർക്കും ഓർമ്മയില്ല. അത്യാവശ്യം അമ്മയും പറഞ്ഞു അവർ വന്നപ്പോൾ നമ്മൾ 3 നേരം ഭയങ്കര ഉറക്കുക. അപ്പൊ അതുകൊണ്ട് അവര് താഴെ പോയി ഫുഡ് വാങ്ങിച്ച് പിന്നെ വന്നു എന്ന് പറഞ്ഞു. അതായിരുന്നു 2ാം ദിവസം. സോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങള് എന്നോട് അന്ന് എന്റെ ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നാലും ഞാനത് കേട്ടില്ല. നമ്മുടെ പാരന്റ്സ് പറയണതും ബാക്കിയുള്ളവർ പറയണതും കറക്റ്റാണ്. റെസ്റ്റ് വേണം, അല്ലാതെ നമ്മൾ ഓടിപ്പിടിച്ച് നടക്കുക എന്ന് പറയണത് ശരിയല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ റെസ്റ്റ് എടുത്തില്ല. എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള അഹങ്കാരമായിരുന്നു, ഞാൻ ചെയ്തു. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഗർഭിണി എഴുന്നേറ്റ് ചായ വേണോ കാപ്പി വേണോ എന്ന് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും സഹായിക്കാൻ ഓടി നടക്കാറുണ്ട്. ഈ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് അന്ന് വേദനയില്ലാതിരുന്നത്. കുട്ടിയെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി 2 കാര്യങ്ങൾ ഇനി ഞാൻ പറയാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓടി നടന്ന് റെസ്റ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു ആവേശം കയറുമ്പോൾ മാമോദീസം പെട്ടെന്ന് ഫിക്സ് ചെയ്തു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മാസമാണ് ലീവ് ഉള്ളത്. ലീവ് കഴിഞ്ഞ് ഞാൻ പോരണേക്ക് മുമ്പേ ആ പരിപാടി നടത്തി പോരാന്ന് ചോദിച്ചിട്ടായിരുന്നു.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു 22ാമത്തെ ദിവസം നമ്മൾ മാമോദീസ നടത്തി. അപ്പോൾ കൊച്ചിനെ കുറേ നേരം പിടിച്ചുകൊണ്ട് വന്നതിൻ്റെയും കുറേ നേരം നിൽക്കേണ്ടി വന്നതിൻ്റെയൊക്കെ ആയിട്ട് നടുവേദന അങ്ങോട്ട് തുടങ്ങിയായിരുന്നു. അതും പോരാണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ നീയും കൊച്ചും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കാറിലിരുന്ന് യാത്ര ചെയ്ത് തിരിച്ചങ്ങോട്ടും, അപ്പോൾ ഒരു 3 മണിക്കൂർ യാത്ര, പിന്നെ അതുപോലെ ഏകദേശം 1-2 മണിക്കൂർ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തത് എല്ലാം കൂടിയായി കഴിഞ്ഞപ്പോഴത്തേനും നടുവേദന അങ്ങ് പിടിച്ച്. ബാക്കി പറഞ്ഞു. അങ്ങനെ അത് ഒരു വഴിക്ക്. പിന്നെ ഡോക്ടർമാര് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേപോലെ അനുസരിക്കുകയാണ് ചെയ്തത്. അതായത് എൻ്റെ അമ്മ ഒരു നേഴ്സാണ്, അമ്മയ്ക്ക് 2 ഡെലിവറി കഴിഞ്ഞാണ്. അമ്മ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഡോക്ടർമാർ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഫോളോ ചെയ്ത് പോയി. അതെനിക്ക് ബുദ്ധിമുട്ടായി. അമ്മ പറഞ്ഞ പോലെ ചെയ്യേണ്ടതായിരുന്നു കാര്യങ്ങൾ, പിന്നെ റെസ്റ്റ് എടുക്കേണ്ടതായിരുന്നു, എല്ലാം നമ്മൾ അവർ പറയണ പോലെ ചെയ്യേണ്ടതായിരുന്നു. ഇനി അവർ പറഞ്ഞ പോലെ ചെയ്യാതിരുന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവർ പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി. അത് എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി കേട്ടോ. അതിൽ കുറച്ച് റെസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ മാമോദീസ നടന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് അതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ പുറത്ത് പോകണം, നമ്മൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ഹോർമോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും, നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ പുറത്ത് പോകണം. അതിന് എനിക്ക് വഴക്കൊക്കെ കേട്ടായിരുന്നു, ഈ കൊച്ചിനെ വീട്ടിലിട്ട് നീ പുറത്ത് പോയോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ പോകണം, എന്നാലേ നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവുള്ളൂ. വീട്ടിനകത്ത് ഇങ്ങനെ അടച്ചു പൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ അത് അത്ര രസമുള്ള പരിപാടിയല്ല. പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇന്നും ഉണ്ട് കേട്ടോ. ഇന്നും എനിക്ക് നടുവേദനയുണ്ട്, അന്ന് ഞാൻ റെസ്റ്റ് എടുക്കാത്തതിൻ്റെ. അത് ഡോക്ടറും പറഞ്ഞു അന്ന് നീ പ്രോപ്പറായിട്ട് റെസ്റ്റ് ഒന്നും എടുക്കാത്തതിൻ്റെയാണ് ഇപ്പോഴും നിനക്ക് നടുവേദന. ഇപ്പൊ ഇവളുടെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു ചില കാര്യങ്ങൾ. അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു മാത്രമേ കേട്ടുള്ളൂ, അതനുസരിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ നിങ്ങളുടെ കാരണവന്മാരാണെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ളവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എഴുതിയെടുക്കുക, നോട്ട് ചെയ്യുക, ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ചോദിക്കുക. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടും. ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഒരു പറയണമെന്നില്ല. എന്നാൽ നമ്മുടെ ഡോക്ടേഴ്സിന് ഇപ്പോൾ പ്രസവിച്ച് ശീലം ഉണ്ടാവില്ല, പ്രസവം എടുത്ത് ശീലം ഉണ്ടാവുള്ളൂ. നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രസവിച്ച് ശീലം ഉണ്ടാവും, പക്ഷേ പ്രസവം എടുത്ത് ശീലം ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സൂപ്പർ ആയിരിക്കും. പിന്നെ റെസ്റ്റ് നിർബന്ധം കേട്ടോ, ഒരു രക്ഷയില്ലെങ്കിൽ. ഇനി ആൾക്കാർ പറയുന്ന കാര്യത്തിൽ പലരും പലതും വന്ന് പറയും കേട്ടോ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അത് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അങ്ങനത്തെ ടെൻഷൻസും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് പറഞ്ഞു, ഒത്തിരി അഭിപ്രായങ്ങളും ഒത്തിരി കമ്പാരിസൺ. അതാണ് തീരെ സഹിക്കാൻ പറ്റാത്തത് എനിക്ക്. കമ്പാരിസൺ നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ആ ഒരു സ്റ്റേജിൽ. പിന്നെ ഇത് ഒരു ടിപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉപകാരം ഉണ്ടാവും. ഇതൊക്കെ ഇൻഫോർമേഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ആ കുട്ടി അങ്ങനെയാണ്, ഈ കുട്ടി ഇങ്ങനെയാണ്, ഓക്കെ, അതൊരു ഇൻഫർമേഷൻ. ഓക്കെ, അറിയാൻ പാടാത്തൊരു കാര്യം നമ്മൾ അറിഞ്ഞു. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ വന്ന് കുത്തും, അതായത് പാലില്ലേ, പാല് കൊടുക്കുക, പാല് കുറവാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് പൊതുവെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. പിന്നെ ഈ പ്രസവം നേരത്തെ കഴിഞ്ഞിട്ടുള്ള കാരണന്മാരായിട്ടുള്ള ആൾക്കാർ അവരെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കേൾക്കാൻ മിണ്ടാണ്ട് നിൽക്കുക. അതൊക്കെ ഒരു പ്രയാസമുള്ള കാര്യം തന്നെയായിരിക്കും. വിട്ടുകളയുക, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അത്രയല്ല. ഈ പോസ്റ്റ് പാർട്ടം കെയർ ഉണ്ടല്ലോ, അതും ഞാൻ തൻസിയ ഡോക്ടറെ അടുത്താണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഡോക്ടർ എനിക്ക് കൃത്യമായിട്ടുള്ള, അതായത് നമ്മുടെ ഈ വേദുകുളി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് എൻ്റെ വീട്ടിലൊരു ചേച്ചി വന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ ചേച്ചിയോട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ, ഇന്ന ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്, ഇന്നതുപോലെയാണ് ചെയ്യേണ്ടത്, കൊച്ചിനെ ഇന്ന രീതിയിലാണ് കുളിപ്പിക്കേണ്ടത് എന്നൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത്. ഡോക്ടർ നേരിട്ടല്ല, അതായത് ഡോക്ടറെ ഞാൻ പോയി കൺസൾട്ടേഷൻ എടുത്തു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ടില്ല, ഈ പറഞ്ഞ പോലെ പാൽക്കഷായും കാര്യങ്ങളും ഒത്തിരി സാധനങ്ങൾ ഡോക്ടർ പറഞ്ഞായിരുന്നു. അതൊക്കെ ഞാൻ ഫോളോ ചെയ്തായിരുന്നു. പക്ഷെ അവിടെയും ഞാൻ ചെറിയ ചെറിയ മടികളൊക്കെ കാണിച്ചു. വയറൊക്കെ കെട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞു, അതെങ്ങനെ കെട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഞാൻ ആക്ച്വലി ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇച്ചിരി അഹങ്കാരം കാണിച്ചു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഡോക്ടർമാരും പിന്നെ അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും പറയുന്നത് ശരിക്കും അക്ഷരം പ്രതി ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ആ സമയത്ത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അനുസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ജീവൻ ശുഭകരമായിരിക്കും. അതെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡോക്ടറിന്റെ തൻസിയ ഡോക്ടറിന് തന്നെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കമന്റ് ബോക്സിലൊക്കെ ആളുടെ കോൺടാക്ട് നമ്പർ അറിഞ്ഞേക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഡോക്ടറിന് മനസ്സിലാവും. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. പിന്നെ പുറത്തുള്ളവരാണെങ്കിൽ, ഞാൻ പുറത്തുള്ളതായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്തിട്ട് മെഡിസിൻസ് ഒക്കെ അയച്ചു തരും. കൊണ്ടുപോകാൻ എന്തൊക്കെ മെഡിസിൻസ് വേണം, എന്തൊക്കെ കഴിക്കണം, പിന്നെ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഈ കഴുത്തിലൊക്കെ കറുപ്പൊക്കെ വരുമല്ലോ, എനിക്കത് ചെറുതായിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നായിരുന്നില്ല. ഞാൻ കുറച്ചൊക്കെ കേട്ടില്ല, കുറച്ചൊക്കെ കേട്ടു. അപ്പോൾ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കാനും എല്ലാം പുള്ളിക്കാരി അയച്ചു തരും. പ്രൊഡക്ട്സ് ഒക്കെ പുള്ളിക്കാരി തന്നെ വാങ്ങിച്ചിട്ട് ഷിപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഇന്റർനാഷണൽ ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അതെ. കാരണം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി പുള്ളിക്കാരുടെ കൺസൾട്ടേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, അത് ആർക്കും മിസ്സാവരുതെന്ന്. ഞാൻ എൻ്റെ ചേച്ചിയെടുത്തും പറഞ്ഞു കൊടുത്തായിരുന്നു,
പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് ഡോക്ടറെ ഞാൻ ചോദിച്ചില്ല ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടോന്ന്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചോദിച്ചു ഇങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ആ ഉണ്ടെന്ന്. അതുപോലെ മരുന്നിന്റെ കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ വീഡിയോയിൽ അവരോട് സംസാരിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒതന്റിക് ആയിട്ട് നമുക്ക് ഒരു ഔട്ട്കം തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്, പെയ്ഡ് പ്രൊമോഷൻ അല്ല. പിന്നെ പുള്ളിക്കത്തരത്ത് മസാജ് മറ്റേ ഫേഷ്യൽ പരിപാടികളെല്ലാം ഉണ്ടല്ലോ. അത് പക്ഷെ അവിടെ പോകുന്നവർക്കല്ലേ പറ്റത്തുള്ളൂ. അതെ അതെ, ഞാൻ സ്ഥിരമായിട്ട് അവിടെ പോരാ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം മാത്യൂസിന്റെ കല്യാണത്തിന് മുമ്പ് ഫേഷ്യലിന് പോയായിരുന്നു ഡോക്ടറെ അടുത്ത്. ഞാനും പോയായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. അപ്പൊ എല്ലാവർക്കും സുഖപ്രസവം എല്ലാം അടിപൊളിയാവട്ടെ. സുഖപ്രസവം ഇനി ഡെലിവറി ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് തന്നെ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ പ്രസവത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല, ഇച്ചിരി പെയിൻ ഉണ്ടാവുമെന്നായിരിക്കും. കുറച്ച് പെയിൻ ഉണ്ടാവും. പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം ഡെലിവറി ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എപ്പിസിയോട്ടമിയുടെ പെയിൻ. അതിന്റെ അത്രയും പ്രസവം ഒരു ദിവസം കൊണ്ട് തീരും, ഇത് തീരില്ല. അതുകൊണ്ട് അത് എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാന്നുള്ളത് നേരത്തെ നോക്കി വെക്കണം. എനിക്കിത് പറ്റിയില്ല, നിങ്ങളത് ചെയ്യാതിരിക്കാം. എനിക്കത് പറ്റില്ല, നിങ്ങളത് ചെയ്യാതിരിക്കാം. അല്ലല്ല സോറി, നിങ്ങൾക്കെങ്കിലും പറ്റട്ടെ. ഞാൻ പറയും ഇങ്ങനെ കുറെ വെള്ളി വീഴും. അപ്പൊ നിങ്ങളെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡെലിവറി ഉണ്ടാവട്ടെ. നല്ലൊരു മാലാഖയെ പോലെ തന്നെ നിങ്ങളും പുറത്തോട്ട് വരാൻ ഇടവരട്ടെ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കൺവേ ചെയ്യുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഡെലിവറി വരെ നോക്കണ്ട. ഡെലിവറി കഴിഞ്ഞ് അവർ പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കേട്ടോ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, പ്രസവം കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ കുറെ പലതരം അഭിപ്രായങ്ങളൊക്കെ പറയും. അത് തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ ശീലമായിക്കോളും, പ്രശ്നമില്ല. കൊച്ചു കാര്യം പറഞ്ഞ എല്ലാവരും പറയും അയ്യോ കൊച്ചിന് വിശക്കുന്നുണ്ട്, കൊച്ചിന് വിശക്കുന്നുണ്ട്. ഇത് ആദ്യമേ നമ്മൾ പറയണത് ആ സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് ഇത് ഫേസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. നേരത്തെ ഇതിനെ കുറിച്ച് അറിവുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതൊക്കെ നാച്ചുറൽ എന്നൊരു ചിന്ത വരും. അത്രേ ഉള്ളൂ. ചുടയും കൂടെ തിങ്ങുന്നേരം അവിടെ വെയിലടിക്കുന്നു. അപ്പൊ ശരി എന്നാ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡെലിവറി. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ ജീവിതകാലം മൊത്തം പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ആവരുത്. ഈ പറഞ്ഞ പോലെ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നതും, ഞാൻ മെഡിക്കൽ കോളേജിലാണ് ഡെലിവറി ചെയ്തത്. എനിക്കിത് പറയാൻ ഒരു നാണക്കേടുമില്ല. കാരണം മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ, മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്നു. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റും നിറച്ച് ഡോക്ടർമാരായിരുന്നു. അല്ലാതെ ആശുപത്രിയിലെ പോലെ നിറച്ച് നഴ്സുമാരായിരുന്നില്ല. ഡോക്ടർമാരാണ് ഈ പറഞ്ഞ പോലെ ഇതിന് പഠിക്കുന്ന ഡോക്ടർമാരായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്കൊരു ആവശ്യം വന്നാൽ അവർ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഡോക്ടർ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര അടിപൊളി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൊത്തം 13 പേരുണ്ടായിരുന്നു ആ പ്രൈവറ്റ് ലേബർ റൂമിന്റെ അകത്ത്. അതായത് മെയിൻ ഡോക്ടേഴ്സ് 2 പേര്, പിന്നെ നഴ്സിംഗ് സ്റ്റുഡൻസ്, നഴ്സുമാര്. അത് പറഞ്ഞില്ലല്ലോ. ഡെലിവറിയുടെ സമയത്തുണ്ട് എനിക്ക് എന്നെ 5:30 അഡ്മിറ്റ് ചെയ്തല്ലോ. ഈ വൈകുന്നേരം 5:30 വരെ എന്തായിരുന്നു പരിപാടി എന്നറിയോ? ഞാൻ അവിടെ കിടക്കുന്നു, ജിസേട്ടൻ ഇങ്ങനെ ഇവിടെ എൻ്റെ സൈഡിൽ നിൽക്കും. അവിടെ റൗണ്ട്സിന് വരുന്ന നഴ്സുമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കും. അതൊരു ജിസേട്ടൻ കഥ പറയാം, UK അങ്ങനെയാണ്, UK ഇങ്ങനെയാണ്, UK അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര കഥ പറച്ചില്. അതിനിടയിൽ ഒരാൾ എന്നോട് ഫിനാൻസ് കൺസൾട്ടേഷൻ വരെ ചോദിച്ചിട്ടില്ല. അല്ലെ, പ്രസവിക്കാൻ കിടക്കുന്ന എന്നോട് ഫിനാൻസ് കൺസൾട്ടേഷൻ വരാവുന്നത്. ഞാൻ അവിടുന്ന് സ്പോട്ടിൽ കൺസൾട്ടേഷൻ എടുത്തു കൊടുത്തു. എന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പറയുകയാണ്, ഇവിടെ ഭയങ്കര വർത്തമാനമാണേ UK കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇച്ച എനിക്ക് വേദന എടുക്കുന്ന ഇച്ച. എന്നിട്ട് ഞാൻ നഴ്സുമാരോട് പറഞ്ഞു എനിക്ക് വേദന എടുക്കുന്നുണ്ട്. വേദന എടുക്കുന്നോ? ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ഇവരുടെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുക. ശരിക്കും അത് ഭയങ്കര നല്ലതായി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേദനയിൽ ഫോക്കസ് ചെയ്യാതെ ഇവർ വർത്താനം പറയുന്നതിലും എൻ്റെ ഫിനാൻസ് കൺസൾട്ടേഷനിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഒട്ടും ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് തോന്നിയില്ല. ആകെ ഹെക്റ്റിക് ആയി തോന്നിയത് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത നൈറ്റ് ഷിഫ്റ്റുകാർ വന്നപ്പോൾ നമുക്ക് ഇച്ചിരി മടുത്തു. ഇതുവരെ ഡെലിവറി ആയില്ലല്ലോ എന്നൊരു ചിന്ത വന്നു. പിന്നെ പെട്ടെന്ന് ഡെലിവറി ആയി. അത് അവർ ആ സമയത്ത് ചോദിച്ചായിരുന്നു, രാവിലെ ഇത്ര നേരിട്ട് വന്നിട്ടും അവർ ഷിഫ്റ്റ് കഴിഞ്ഞ് പോയി അടുത്ത് കൂട്ടി വന്ന് കാലത്ത് കൊണ്ടിട്ടല്ല ഇതുവരെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഇത്തിരി സങ്കടമാകുമായിരുന്നു. അത്രേ ഉള്ളൂ. അതെ, ഇടയ്ക്ക് ഞാൻ കരഞ്ഞതും അതുകൊണ്ട് തന്നെ. എനിക്ക് കുറെ നേരം ആയിട്ടും എനിക്ക് ഡയലേഷൻ പ്രോപ്പറായിട്ട് ആയില്ല. അപ്പൊ അയ്യോ എനിക്കിനി സിസേറിയൻ ആയിരിക്കുമോ എന്നുള്ളത്. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോവല്ലേ. ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഡെലിവറിക്ക് മുമ്പ് ഡെലിവറിക്ക് മുമ്പ് എന്നെ ഈ ട്രീറ്റ്മെന്റ്, അതായത് പോസ്റ്റ്മോർട്ടം കെയർ ചെയ്യാനുള്ള ചേച്ചി വന്നായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി എന്നാ നമ്മൾ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നോർമൽ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വീട്ടിൽ വന്ന് ഉടനെ തുടങ്ങാം, പക്ഷേ സിസേറിനാണെങ്കിൽ 40 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറയാം, എനിക്ക് സിസേറിനൊന്നും അല്ലായിരിക്കും, എനിക്ക് നോർമലായിരിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറയുവാണേ. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എനിക്ക് നോർമൽ ഡെലിവറി ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവണം എനിക്ക് നോർമൽ ആയിരിക്കും എന്ന്.
സിസേറിയൻ എന്നൊരു കാര്യം എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് വരാനില്ല. അതായത് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ നിങ്ങൾക്ക് പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടില്ലേ, അത് എൻ്റെ ഡെലിവറിക്കകത്ത് ഞാൻ ആപ്ലിക്കബിൾ ആയിരുന്നു. ഞാൻ നോർമൽ ഡെലിവറി ആവും ഞാൻ സ്വയം ഉറച്ച് വിശ്വസിച്ചായിരുന്നു. അതിന് ലോജിക്കൽ കാരണങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് നോർമലായിരുന്നു. അങ്ങനെ ഒത്തിരി ഞാൻ നോർമലിന് വേണ്ടി ഒത്തിരി നടക്കുമായിരുന്നു, നന്നായിട്ട് ഡയറ്റ് നോക്കുമായിരുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു. അപ്പം നമ്മളും എഫേർട്ട് ഇടുക. എന്നാലും ചിലപ്പോൾ ദൈവത്തിന് വേറെ ചിന്തയായിരിക്കാം, എല്ലാം നല്ലതിന് തന്നെ. എന്നാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവണം നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടക്കും അല്ലേ? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി എന്നാ ടാറ്റാ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ടാറ്റാ. ടാറ്റ.